4 മാസങ്ങളെ പുണ്യമാസങ്ങളായി പ്രമാണങ്ങൾ കൊണ്ട് പരിചയപ്പെടാൻ നമുക്ക് സാധിക്കും. അതിൽ റബിയുൽ അവ്വൽ ഇല്ല. എന്നാൽ റബിയുൽ അവ്വൽ അതിൻ്റെ ഒക്കെ മുകളിലാണ് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളും അതിന് ന്യായീകരിക്കുന്ന രൂപത്തിലുള്ള ചില തെളിവുകളും ഒക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് ഈ വർഷത്തെ ചില വീഡിയോ ക്ലിപ്പുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് തോന്നി. സൂറത്തു സുഹ്റുഫിലെ 81-ാമത്തെ ആയത്തിന്റെ ലിംനിയായ മഅനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്വാൻമാർ കടന്നു വരികയുണ്ടായി. അതിലൂടെയൊക്കെ ഇങ്ങനെ റസൂലിന്റെ ജന്മദിനത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത് എടുത്തുദ്ധരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു റഹ്മത്ത് പറയുന്നുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നബിയാണ് എന്ന് അതിനെ ഒപ്പിക്കാം. ഖുർആൻ കൊണ്ട് തന്നെ തഫ്സീർ ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടവും പ്രബലവുമായ രീതിയാണ്. പക്ഷെ ആ തഫ്സീർ ചെയ്തത് എന്തിലേക്കാണ് കണക്ട് ചെയ്തത്? റഹ്മത്ത് എന്നുള്ളത് റസൂലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനെ പറ്റി പറഞ്ഞിടത്തേത് അടർത്തി മാറ്റിയിട്ട് ബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം എന്ന് പറഞ്ഞ് ആ റഹ്മത്ത് എന്നുള്ളത് കൊണ്ട് അവിടെ ചില മുഫസ്സിറുകളൊക്കെ കൽപ്പിച്ചിട്ടുള്ള വ്യാഖ്യാന പ്രകാരം മുഹമ്മദ് നബി ആകുന്നു. എന്നാൽ ആ മുഹമ്മദ് നബിയെ വെച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കണം. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സന്തോഷിക്കണം എങ്കിൽ റസൂൽ ആവൂലേ അത് ആദ്യമായിട്ട് സന്തോഷിക്കുക? റസൂലിനെ ജീവന തുല്യം സ്നേഹിച്ച മാ ഉൽ ബാരിദി അലല്ലമഇ എന്ന് പറഞ്ഞല്ലോ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോ. ദാഹജലത്തെക്കാളേറെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്താവൂലേ ഇത് ആദ്യം കൊണ്ടുവരാൻ നടപ്പിലാക്കുക? അങ്ങനെ ഉണ്ടായില്ല. മാത്രമല്ല, ഈ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി നടക്കുന്ന ചർച്ചകൾ അതുവഴി ആരും അബദ്ധത്തിൽ ചെന്ന് പിണയരുത് എന്ന് കരുതിയോണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. റഹ്മത്ത് എന്നത് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, കാറ്റിന് കൊടുത്തിട്ടുണ്ട്, ഖുർആന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതിനും റഹ്മത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റാഘോഷമോ ഖുർആൻ ആഘോഷമോ ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എന്നാൽ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പലതും കൊണ്ടുവരാൻ. നമ്പർ 1, ഈ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണ്? ദീൻ പൂർത്തിയായിട്ടില്ല എന്ന് അവർ പറയാതെ പറയുകയാണ്. കാരണം പൂർത്തിയായ ദീനിൽ റസൂലിനും സഹാബത്തിനും ഒന്നും നബിദിനം വന്നിട്ടില്ല, താബിഉകൾക്കൊന്നും നബിദിനം വന്നിട്ടില്ല. പിന്നെയോ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്ന എന്താണ്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലവി 1-ാം വാള്യമിൽ നോക്കേണ്ടതാ. എവിടെ നോക്കിയാലാണ് മൗലിദിന്റെ അടിസ്ഥാനം കിട്ടുക എന്ന് പോലും പഠിപ്പിച്ചുകൊണ്ട് പറയുന്ന ഗ്രന്ഥങ്ങളിൽ, റഫറൻസ് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ പോലും ഇല്ലാത്ത മൗലിദാഘോഷം നമുക്ക് വേണ്ട.